ഗൈസ്, എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് മോൻ ഭയങ്കര ദുഃഖത്തിൽ കിടക്കുന്നതാണ്. എന്താണെന്നറിയാമോ, ഞാൻ രാവിലെ ഈ ബെൽറ്റ് കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാ ബെൽറ്റ് കെട്ടിക്കൊടുത്തതെന്ന്. ആ ബെൽറ്റ് കെട്ടിയതിൻ്റെ ദേഷ്യത്തിൽ കിടക്കുന്ന കേട്ടോ എന്നോട് മോഹന്നു. പിന്നെ എന്നോട് ഒരു പിണക്കം ഉണ്ടാവും. എന്താണെന്നറിയാമോ, ഇന്നവന് കുത്തിവയ്പ്പാട്ടോ. ഇന്ന് ഇഞ്ചക്ഷനാണ്, ഫസ്റ്റ് ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഡോക്ടർ 9:30-10 മണിക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴേ ഇവനെ ബെൽറ്റ് കെട്ടിയില്ലെങ്കിലുണ്ടല്ലോ കിട്ടൂല, അവൻ കട്ടിലിൻ്റെ അടിയിൽ പോയി കിടക്കും. ഡോക്ടർ വരുമ്പോൾ നമ്മൾ അവനെ കയറി പിടിക്കാൻ പോകുന്നത് അത്രയും സമയം പോകില്ല. അവർക്ക് 100 വീട്ടിൽ പോകണം, പിന്നെ അവരെ ക്ലിനിക്കിൽ പേഷ്യൻസ് പെറ്റ്സൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പോകാനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഇഞ്ചക്ഷൻ, ഇത് കഴിഞ്ഞാൽ 20 ദിവസം കഴിഞ്ഞാൽ വേറൊരു ഇഞ്ചക്ഷൻ. അങ്ങനെ വർഷത്തിൽ 3 ഇഞ്ചക്ഷനാണ് കേട്ടോ. റേബീസും പിന്നെ വേറെ എന്തോ 2 ഇഞ്ചക്ഷൻ, ടിറ്റാനസും എന്തൊക്കെയാണ്. അപ്പോൾ അതിനാണ് ഞാൻ ബെൽറ്റ് കെട്ടിയിരിക്കുന്നത്. അല്ലാതെ ഞാൻ അവനെ ബെൽറ്റ് കെട്ടാറില്ല കേട്ടോ. അപ്പോൾ താഴത്തെ ഫ്ലാറ്റിൽ പോയാൽ ഗ്രില്ലിൽ ഈ ബെൽറ്റ് കെട്ടി ഇവനെ മാസ്ക് വെക്കണം, ഇല്ലെങ്കിൽ ഇവൻ കടിച്ചു കളയും. ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കില്ല. മാസ്ക് മുഖത്ത് വെച്ചിട്ട് വേണം ഡോക്ടർ വരുമ്പോൾ ഇവനെ കെട്ടിയിട്ടിട്ട് പിടിച്ചു കൊടുക്കണം കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റൂല്ലേ എന്ന് അറിഞ്ഞൂടാ, കാരണം ഹസ്ബൻഡ് പോകും. അപ്പോൾ ഞാനൊന്ന് പിടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കയ്യിൽ പറ്റത്തില്ല. അപ്പം അതിനാണ് പുള്ളി ഇങ്ങനെ കിടന്ന് ആകെ വിഷമത്തിലായി ഇരിക്കുന്ന കേട്ടോ. ഞാൻ ബെൽറ്റ് കെട്ടിയിരിക്കുന്നുള്ളതുകൊണ്ട്. മോനെ ഇഞ്ചക്ഷൻ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഉവാച്ചി വരൂലേ? ഇഞ്ചക്ഷൻ ചെയ്യണ്ടേ? ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് മോനെ ഇത് തുറന്നു വിടാം കേട്ടോ മമ്മി. എന്നിട്ട് തുറന്നു വിടാം കേട്ടാ. ഇഞ്ചക്ഷൻ ചെയ്തിട്ട് തുറന്നു വിടാം കേട്ടോ. മോന് മൂവാഴ്ച വരില്ലല്ലേടാ, കള്ളക്കുട്ടിന് മൂവാഴ്ച വരൂലേ ഇഞ്ചക്ഷൻ ചെയ്തില്ലെങ്കിൽ? രാവിലെ വിട്ടൊരു മൂകതയിലാണ്. ഞാനൊരു 8-8:30 മണിയായപ്പോൾ തന്നെ ബെൽറ്റ് കെട്ടി കൊടുത്തു. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. അവർക്കൊക്കെ 100 കൂട്ടം ജോലികളുള്ളതല്ലേ. അപ്പോൾ നേരത്തെ സെറ്റപ്പാക്കിയൊക്കെ വെക്കും ഇവനെ. ബെൽറ്റൊക്കെ കെട്ടി ഇനി ഒന്ന് മുഖത്ത് മാസ്ക് വെക്കണം. ആ താഴത്തെ ഫ്ലാറ്റിൽ കൊണ്ട് ഗ്രില്ലിലൊന്ന് കെട്ടും. അങ്ങനെ മാസ്ക് വെച്ചിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കുമ്പോഴേ അവനല്ലെങ്കിൽ കടിക്കാൻ വരും. ഇഞ്ചക്ഷൻ അവന് ഭയങ്കര പേടി. ഇഞ്ചക്ഷൻ നെയിൽ കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. গাইস എല്ലാവരും കണ്ടോ? ও ঠিক হয়ে গেছে, ওষুধ দিয়েছে, প্রেসক্রিপশন করে দিয়েছেন। হ্যাঁ ওইটা দিয়েছে, একটু অ্যান্টিবায়োটিক। আমি তো প্রেসক্রিপশন কে না, হ্যাঁ ওইটা দিয়েছে। আমি ওইটা তো এখন দিয়ে দেবে তো। കണ്ടോ ഗൈസ്, 8 താരീഖ് കണ്ടോ ഇഞ്ചക്ഷൻ ചെയ്തു കേട്ടോ. അതാണ് ഈ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് തല കുനിഞ്ഞിരിക്കുന്ന കേട്ടോ. ഡോക്ടർ വന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു രാവിലെ. കണ്ടോ ഗൈസ്, ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഭയങ്കര ബഹളമായിരുന്നു, അനക്കമായിരുന്നു കേട്ടോ. ചേട്ടൻ പോയായിരുന്നു. അപ്പോൾ ഇനി എന്നെക്കൊണ്ട് പിടിക്കണം. എനിക്കതുകൊണ്ട് മൊബൈലിൽ എടുക്കാൻ പറ്റിയില്ല. ഇഞ്ചക്ഷൻ ചെയ്തതേ മാസ്ക് ഒക്കെ വെച്ച് ഇപ്പം മാസ്ക് ഊരും കേട്ടോ. രാവിലെ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ ചെയ്തു രാവിലെ. കണ്ടോ, ബുക്കിലൊക്കെ എഴുതുന്നു. അവൻ്റെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് തുടച്ചെടുത്തൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇനി ഒരാഴ്ച കുളിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെയും സൺഡേ കുളിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത സൺഡേ കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് 1500 രൂപയാണ് കേട്ടോ. ഒരു ഇഞ്ചക്ഷൻ 1500 രൂപ. ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ 2 എണ്ണം എന്ന് പറയുന്നത് ഇനി അടുത്ത മാസം 8-ാം തീയതിയാണ് കേട്ടോ. ആ സമയത്ത് ഡോക്ടർ വരും. അപ്പോൾ എടുക്കും. ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പാടായിരുന്നു ഗൈസ്. അവിടെ ഇരുന്നോ, കിടന്നോ, ഇവിടെ കിടന്നോ പൊന്നോ, ഇവിടെ കിടന്നോ. ഇഞ്ചക്ഷൻ ചെയ്യാൻ ഒരു പാടായിരുന്നു കേട്ടോ. എന്നാലും അവൻ്റെ ഡാഡി ഇന്ന് അവധിയായിരുന്നു, ഒന്ന് പുറത്തോട്ട് പോയത് കേട്ടോ. എൻ്റെ മെഡിസിൻസ് ഒക്കെ തീർന്നു പോയായിരുന്നു. അപ്പോൾ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ വന്നത്. പിന്നെ ഞാൻ പിടിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് അത് വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് അപ്പോൾ എടുത്ത ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ. കണ്ടോ, ഇന്നത്തെ ഇഞ്ചക്ഷൻ ഇതെടുത്തു.
ഇനി അവന് അടുത്ത മാസം 8-ാം തീയതി ഒരു ഇഞ്ചക്ഷനുണ്ട്. ആ ഇഞ്ചക്ഷൻ ഏതാണെന്ന് ചോദിച്ചിരുന്നാൽ DHIPP എന്നോ എന്തോ പറയുന്ന ഒരു ഇഞ്ചക്ഷനുണ്ട്. അത് ഈ വൈറസിൻ്റെ എല്ലാ കൂടിക്കലർന്ന ഒരു ഇഞ്ചക്ഷനാണ്. വൈറസിന് വേണ്ടിയുള്ളതും ഒക്കെയാണ്. അപ്പോൾ അത് ഇനി അടുത്ത മാസം 8-ാം തീയതിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇന്ന് എടുത്തതാണ് ഇഞ്ചക്ഷൻ. ഇനിയുള്ളതാണ് എന്തുവാ DHIPP എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് ഇനി അടുത്ത മാസം 8-ാം തീയതി ഉള്ളത്. അത് കഴിഞ്ഞ് വേറൊരു ഇഞ്ചക്ഷനും കൂടെ 2 എടുക്കും തോന്നുന്നു. അത് അടുത്ത മാസം 8-ാം തീയതി എടുക്കും. പിന്നെ അതിൻ്റെ ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഒരു ഇഞ്ചക്ഷനും കൂടെ എടുത്തു കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. കണ്ടോ, ഇതാണ് അവൻ്റെ ബുക്ക് ഇഞ്ചക്ഷൻ്റെ. കണ്ടല്ലോ, ഇത് മേടിക്കാനാണ് ഡാഡി പോയത് കേട്ടോ. വിറ്റാബെസ്റ്റ് തീർന്നു, അവൻ്റെ ഷാമ്പു ഒക്കെ തീർന്നു, പിന്നെ അവൻ്റെ ലിവോട്ടസ്, ഇതൊക്കെ ഡെയിലി കൊടുക്കുന്ന ലിക്വിഡാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഷാമ്പുവും വേറൊരു സോപ്പും ഉണ്ട്, അത് വെച്ചിട്ട് അവന് തേപ്പിക്കുന്ന കേട്ടോ. ഇതാണ് ഡോക്ടർ എഴുതി തന്നത്. ഇത് മാത്രം വെച്ചാണ് അവന് ഈ കാലിൽ ഇത് വന്നേ പിന്നെ അതിന് ഈ ഷാമ്പു മാറ്റണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ അവന് ഡെയിലി കൊടുക്കുന്ന സിറപ്പുകളാണ് കേട്ടോ. ഡെയിലി 2 നേരം കൊടുക്കുന്ന സിറപ്പുകളാണ്. ഇനിയും ഉണ്ട് സിറപ്പ്, പക്ഷേ ഇത് തീർന്നുകൊണ്ട് ഡാഡി ഇന്ന് മേടിക്കാൻ പോയി. മേടിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ഡാഡിക്കും സുഖമില്ല, ജലദോഷം പനിയൊക്കെയാണ് കേട്ടോ. ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. അത് ക്ലൈമറ്റിൻ്റെയാണ്. എനിക്ക് ഇത്തിരി കുറവുണ്ട്. ഞാൻ വെള്ളമൊക്കെ പിടിച്ചു, ഹോട്ട് ബാഗിൽ വെള്ളം, എനിക്ക് പനിയൊന്നുമില്ല കേട്ടോ ഗൈസ്. ഹോട്ട് ബാഗിൽ വെള്ളമൊക്കെ പിടിച്ചിട്ട് നടുവേദനയ്ക്കൊക്കെ ഒരുപാട് കുറവുണ്ട്. പുറം വേദന, നടുവേദനയല്ല പുറം വേദന. പുറം വേദനയ്ക്കൊക്കെ ഒരുപാട് കുറവുണ്ട്. എന്നിരുന്നാലും ഇവിടെ മോള് വഴക്ക് പറഞ്ഞു ഒന്ന് ചെന്ന് കാണിക്കാൻ. അപ്പം ഞാൻ ഇന്ന് രാവിലെ പേരെഴുതി, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലാട്ടോ ഡോക്ടർ ഇരിക്കുന്നത്. ഒരു വലിയ ക്ലിനിക്കാണ്, എല്ലാ ഡോക്ടേഴ്സും ഇരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് രാത്രി 9 മണിക്ക് ഡോക്ടർ വരുള്ളൂ. അപ്പോൾ ഇവിടെ 11-12 മണി വരെ ഡോക്ടർ ഇരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ 5-ാമത്തെ നമ്പറാണ്. അപ്പോൾ ഞാൻ വീടിൻ്റെ ബാക്കിലാണ്. പിന്നെ ഒരു 9-9:30 മണിയാകുമ്പോൾ 8:30 മണിക്ക് ഡോക്ടർ വരത്തുള്ളൂ. അപ്പം വെറുതെ ഒരു പുറം വേദനയും കഴുത്തിൻ്റെ അവിടെ ഒരു വേദന. അത് നമ്മൾ എപ്പോഴും 3-ാമത്തെ നിലയും താഴെയും നിലയൊക്കെ ഇങ്ങനെ ഓടി കിടക്കുമ്പോൾ വരുന്ന ഒരു നടുവേദനയും ഒക്കെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ എന്ത് അസുഖം വന്നാലും ഒന്ന് കിടക്കാൻ പറ്റൂല ഗൈസ്. മോനുണ്ട്, മോനിപ്പോൾ ഇവന് ചോറൊക്കെ കൊടുത്തിട്ട് വന്നു. പിന്നെ ഡാഡിയുണ്ട്, പിന്നെ മോളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കിടക്കാൻ പറ്റൂല. അതാ ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറാമെന്നുള്ള രോഗമേ ഉള്ളൂ. പക്ഷേ ഇവിടെ കിടക്കാൻ പറ്റൂല. കിടക്കാൻ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ ഭക്ഷണം വയ്ക്കാനും ഒക്കെ. ദീപക്ക് വെക്കോ, പക്ഷെ ദീപക്കിനും ഇപ്പോൾ വയ്യല്ലോ. അവൻ തന്നെ വന്ന് പതുക്കെ പണി ചെയ്തിട്ട് പോകണമെന്നുള്ള. എവിടെ പൊന്നിന് ഇഞ്ചക്ഷൻ ചെയ്തത്? ഇവിടെയാണോ ഇഞ്ചക്ഷൻ ചെയ്തത്? അവിടെയാണോ എൻ്റെ പൊന്നിന് ഇഞ്ചക്ഷൻ ചെയ്തത്? എടി ഓ ഇവിടെയാണോ എൻ്റെ മോന് ഇഞ്ചക്ഷൻ ചെയ്തത്? എൻ്റെ പൊന്നിന് ഇഞ്ചക്ഷൻ ചെയ്തത്? എൻ്റെ അടുത്ത് വന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് വേദനിച്ചതിന് ശേഷം ഡോക്ടറിനൊരു ഉമ്മൊക്കെ കൊടുത്തു കേട്ടോ. അവന് മനസ്സിലായി ഇഞ്ചക്ഷനാണ്. ഞാൻ പറഞ്ഞു ഉവാച്ചിയൊക്കെ പോണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് അങ്ങോട്ട് മടിയിൽ ചേർന്ന് കിടക്കുന്നതായിരുന്നു കേട്ടോ, വേദനിച്ചിട്ട്. വേദന കൊണ്ട് അങ്ങനെയാണ് കൊച്ച്. അപ്പോൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വർഷമാണ് അവന് 8-ാം തീയതി ഇന്നെടുത്ത ഇഞ്ചക്ഷൻ റാബീസിൻ്റെ. പിന്നെ DHIPP 2 ഉണ്ട്, അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത വർഷമാണ് കേട്ടോ. പിന്നെ വേണ്ടതൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ വൈറസ് പോലത്തുള്ള രോഗങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. അതിനൊക്കെയാണ്. പിന്നെ ഡെയിലി കൊടുക്കേണ്ട ടാബ്ലറ്റ്സും ലിക്വിഡും ഇടയ്ക്കിടയ്ക്ക് 2 മാസം 3 മാസം കൂടുമ്പോൾ അവന് ക്രിമിയുടെ മെഡിസിൻ കൊടുക്കണം. അപ്പോൾ 3 ടാബ്ലറ്റ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഡോക്ടർ. 3 ടാബ്ലറ്റ്സ് വീതം വെച്ച് കൊടുക്കണം. കാരണം ഇവൻ 42 kg ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 ടാബ്ലറ്റ്സ് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്നത്തെ ഇത് കിടക്കുന്ന കേട്ടോ ഒരു കൊഞ്ചൽ നമ്മളിങ്ങനെ കൊഞ്ചിപ്പിച്ച്. ഇന്ന് ഡോക്ടർ പറഞ്ഞു എത്ര കാര്യമായിട്ടാണ് മമ്മിയും ഡാഡിയൊക്കെ നിന്നെ നോക്കുന്നടാന്ന് ചോദിച്ചു കേട്ടോ. ഇഞ്ചക്ഷനൊക്കെ ചെയ്തുകൊണ്ട് ഒരു മൂഡ് ഔട്ടായിട്ട് കിടക്കുന്ന
എൻ്റെ പൊന്നിന് എവിടെയാണ് ഇഞ്ചക്ഷൻ ചെയ്ത് വന്ന് കാണിച്ചു എന്നെ ഇത് കാണിച്ചു കൊടുത്തേ ചേച്ചിമാർക്കൊക്കെ ഒച്ചുമോ എൻ്റെ പൊന്നിന് ഇഞ്ചക്ഷൻ ചെയ്തോ അയ്യോ ഇഞ്ചക്ഷൻ ചെയ്തോ പൊട്ടാ ദീപക്ക് വരുന്ന സമയമായി കേട്ടോ അതാണ് ഈ കാത്ത് കിടക്കുന്നത് ഈ ഡാഡി കിടക്കുന്നുണ്ട് ഡാഡിക്ക് തീരെ വയ്യ ഒത്തിരി സുഖമില്ല കേട്ടോ ജലദോഷം ഭയങ്കര കോൾഡ് ഒരു ചെറിയ പനി അപ്പോൾ അത് കാരണം ഇന്ന് പോയിട്ടില്ല ഇവൻ്റെ മെഡിസിൻ മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു ഇവൻ്റെ മെഡിസിൻ നിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വന്ന് അവിടെ കിടക്കുന്ന കേട്ടോ ഇത് ടി വി കണ്ട് കിടക്കുന്ന കേട്ടോ ടി വിയുടെ സൗണ്ട് വന്നാൽ കോപ്പി റൈറ്റ് വരുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് വെച്ചു കേട്ടോ അത് കിടക്കുന്നു വയ്യ മോനിങ്ങനെ ദീപക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു മോളിൽ കയറി കിടക്കാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ എന്തോ ഡാഡി ഉറക്കം ഡാഡിക്ക് ഇച്ചിരി വയ്യാത്തതുകൊണ്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നു പിന്നെ മെഡിസിനും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉറങ്ങുന്ന കേട്ടോ ചൂടുമാണ് എന്നിട്ട് കുട്ടുകുട്ടുക്ക് മഴയും പെയ്യുന്നുണ്ട് മോൻ ഇനി മൗനത്തിലാണ് കേട്ടോ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തോണ്ടേ കുറച്ച് നേരമൊക്കെ എന്നോട് വഴക്കിട്ടൊക്കെ ഇരുന്ന് കേട്ടോ ഇവൻ ഞാൻ പിടിച്ചൊക്കെ കൊടുത്തല്ലോ അതുകൊണ്ടാണേ നീ കൂനി പിടിച്ച് കിടക്കുന്നു ഞാൻ എ സി ഇട്ട് കൊടുത്തു വേണ്ട എ സി ഇട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ കയറി കിടക്കുന്ന പിന്നെ എനിക്കിന്ന് ഒന്ന് കുറഞ്ഞു കേട്ടോ ഇന്നലെ ഞാനൊരു 3-4 പ്രാവശ്യം ഹോട്ട് ബാഗിൽ വെള്ളമൊക്കെ പിടിച്ചു പുറത്തൊക്കെ ഭയങ്കര വേദനയായിരുന്നു കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ബാക്ക് കഴുത്തിൻ്റെ ഇവിടെയൊക്കെ അപ്പോൾ അത് വരും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ നനഞ്ഞിരിക്കും നമ്മൾ വിയർത്ത് നനയുമ്പോഴേ അതോടെ ചെന്ന് കുളിക്കുമ്പോൾ എന്താ പുറം വേദനയൊക്കെ അല്ല തണുത്ത വെള്ളത്തിലല്ലേ കുളിക്കുന്നത് അപ്പോൾ പുറം വേദനയൊക്കെ എന്നാലും മോനും ഒന്ന് വഴക്ക് പറഞ്ഞു ഒന്ന് ഡോക്ടറിനെ കാണിക്കാം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല കുറഞ്ഞു എന്ന് എന്നാലും എനിക്ക് ചെറിയൊരു പുറം വേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു വേണ്ട ചെന്ന് ഡോക്ടറെ കാണിക്ക് ചിലപ്പോൾ വല്ലതും വന്ന് കൂടി കഴിഞ്ഞാൽ ആ സമയത്ത് ഡോക്ടേഴ്സ് ഉണ്ടാവില്ലല്ലോ ഇന്നലെ സൺഡേ ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇന്നലെ ആയിരുന്നു എനിക്ക് തീരെ വയ്യാത്തത് പക്ഷേ ഇന്നലെ ഡോക്ടർ വരും പറഞ്ഞ് ഞങ്ങൾ ചെന്ന് പേരൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വന്നില്ല കേട്ടോ അപ്പോൾ ഒരു വലിയ ക്ലിനിക്കും അവിടെ എല്ലാ ഡോക്ടേഴ്സും ഇരിക്കും ഇപ്പം ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള അറിയാമെന്നുള്ള ആണ് ക്ലിനിക്കിലുള്ളവരൊക്കെ അപ്പോൾ എന്നോട് പറഞ്ഞു 9 മണിക്ക് വന്നാൽ മതി 8:30 ഡോക്ടർ വരുള്ളൂ ഭാവി വന്ന് ഇവിടെ നേരത്തെ ഇരിക്കേണ്ട ഇവിടെ എൻ്റെ വീടിൻ്റെ ബാക്കിലാട്ടോ പിന്നെ അങ്ങനെ മൗനത്തിലാണ് ഇനിയിപ്പോൾ ദീപക്ക് വരുമ്പോൾ ഒരു കൊഞ്ചലൊക്കെ ഉണ്ട് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടേ ഒരു കൊഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു കൊഞ്ചലൊക്കെ ഉണ്ടാവും കൊഞ്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് കണ്ടോ പാവം എനിക്ക് സങ്കടം തോന്നി കേസ് ഇഞ്ചക്ഷൻ ദീപടയിൽ കൊടുത്ത് എനിക്ക് സങ്കടം തോന്നി കേട്ടോ അതാ നോക്കുന്നത് സാരമില്ല അമ്മയുടെ പൊന്നടാ ഉവാച്ചി വരാതിരിക്കാനല്ലേ ഉവാച്ചി വരാതിരിക്കാനല്ലേ കണ്ടോ സ്നേഹം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ടോ പാവങ്ങളാണ് കേട്ടോ പഞ്ചപാവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ കോളിംഗ് ബെല്ലടിച്ചു ദീപക്ക് വന്നെന്ന് തോന്നുന്നു അതായി നോക്കുന്നത് ഡാഡി ഇറങ്ങിപ്പോകുന്ന ദീപക്കിന് തുറന്നു കൊടുക്കാൻ കേട്ടോ താഴിട്ട് കൂട്ടിയിരിക്കുന്നതല്ലേ താഴെ അപ്പോൾ അവൻ വന്ന് ഇങ്ങനെ നോക്കുന്ന കേട്ടോ ഓ ദീപക്കിനെ കാണിച്ചു കൊടുത്ത് ഇഞ്ചക്ഷൻ ചെയ്തത് എവിടെയെന്ന് കാണിച്ചു കൊടുത്തേ പൊന്നോ ദീപക്ക് വരുന്നുണ്ട് ഓ കാണിച്ചു കൊടുത്ത് കണ്ടോ കണ്ടോ കാത്ത് നിൽക്കുന്ന ഉറങ്ങിയവനാ കേട്ടോ ഉറങ്ങാൻ കിടന്നവനാ എ സി റൂമിൽ കാത്ത് കിടക്കുന്നു കേട്ടോ ഞാൻ കുറേ അലക്കാനൊക്കെ ഉള്ളത് കൊണ്ടുവന്ന് അലക്കിയൊക്കെ ഇട്ടു അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറഞ്ഞു ഇത്ര അധികം എന്തിനാ ഈ ഡെയിലി അലക്കുന്നത് നല്ലതും ചീത്തയൊക്കെ കൊണ്ടുവന്ന് നിനക്ക് അലക്കിയില്ലെങ്കിൽ ഉറക്കം വരില്ലേ വെറുതെ അല്ല ഈ 100 പ്രാവശ്യം മോളും താഴെ നടന്നുകൊണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ ദീപക്കൊന്നേ പറഞ്ഞേ कोताई इंजेक्शन करिए आज के कोताई আছে इंजेक्शन देखा दिखाओ ओ ओ इंजेक्शन करिए कोताई इंजेक्शन करिए दिखाओ कोताई दिखाओ ओ मा ए ओ എന്താണിത് ചാടുന്നേ കണ്ടോ ചാട്ടം കണ്ടോ ഇഞ്ചക്ഷൻ എടുത്ത പോലെ അങ്ങനെ ചാടല്ലേ
কোথায় দিয়েছে বলো, ডক্টর আঙ্কেল কোথায় দিয়েছে, কোথায় দিয়েছে তো? അതും പിടിച്ച ബോളും പിടിച്ച് ദേ മോളിൽ കയറിയിരിക്കുന്ന കേട്ടോ. അവന് ഇഞ്ചക്ഷനൊന്നും ചെയ്ത് നാട്ടക് ഡ്രാമ ചെയ്തു, എന്നോട് ഡ്രാമ ചെയ്തു, ഡ്രാമ കള്ളൻ. ഓ കുറച്ചു നേരം മൗനമൊക്കെ ആയിട്ട് കിടന്നത്. ഇപ്പം കണ്ടോ ബോൾ കണ്ടപ്പോൾ, ദീപകനെ കണ്ടപ്പോൾ എണീറ്റ് കളിക്കുന്നോ പൊന്നോ? ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണോ ഇങ്ങനെയൊക്കെ? ഒരു ദിവസം റെസ്റ്റ് എടുത്തൂടെ പൊന്നോ? ഇവിടെ റെസ്റ്റ് എടുത്തൂടെ പൊന്നോ? റെസ്റ്റ് എടുത്തൂടേടാ. പൊന്നോ കൊത്തായി ഇഞ്ചക്ഷൻ ചെയ്ത, എവിടെയാണ് ഇഞ്ചക്ഷൻ ചെയ്തതെന്ന് കാണിച്ചു കൊടുത്തേ. ഓ ഓ ഓ ഓ ഓ ഓ ഓ കണ്ടോ സ്നേഹം. പീച്ചേട്ട എവിടെ ഇഞ്ചക്ഷൻ ചെയ്തെന്നാ ചോദിക്കുന്നവൻ. ഊത്തായി വെച്ച് ദിഖാ. ഉമ്മോ സ്നേഹം കൊണ്ട് മെഴുകുന്ന സ്നേഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന മധുരമുള്ള സ്നേഹം. വേദന എടുത്തോന്ന് അവൻ ചോദിക്കുന്ന. ব্যথা হয়েছে പൊന്നോ? ব্যথা হয়েছে দাদা? আমাকে ব্যথা হয়েছে। ও অল্প টাইম একদা চুপচাপ বসেছে, আমাকে এরকম করে আমার ধরেছি তো থাকাছে, আমি ধরে দিয়েছি, মাস্ক পরে ধরে দিয়েছি, তাই জন্য কত টাইমে না অল্প টাইমে এরা আমাকে দেখে চুপসে বসেছি তো, কথা বলিস না। আবার ঠিক হয়ে গেছে, আবার ডক্টরকে পাপি দিয়েছে, ও দিয়েছে, দিচ্ছে। মানে ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് തടവി കൊടുക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളൂ. ഇനി ഇവൻ്റെ പിറകെ ഇങ്ങനെ നടക്കും ഉണ്ടോ, ഉമ്മം കൊടുക്കുന്നുണ്ടോ? ഓ മതിയടാ കള്ള പോശോ, മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇത് കണ്ടോ ഹാൻഡ്സ് കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും കൊടുത്ത മാമ ഇത് കണ്ടോ, അവന് ഹാൻഡ്സ് ഒക്കെ കൊടുക്കുന്ന. മതി എൻ്റെ പൊന്നോ, എൻ്റെ ഒരു സ്നേഹമാണ് എൻ്റെ പൊന്നെ, ഇങ്ങനെ ഒരു സ്നേഹം. അപ്പോൾ എല്ലാവരും ഒന്ന്, ഞങ്ങൾ പ്രൈവറ്റായിട്ട് എടുത്തുകൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ രൂപ. നിങ്ങൾ ഗവൺമെൻറ്റിൽ പോയി എടുത്താൽ ഇത്രയൊന്നും രൂപ വരില്ല. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ പെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്യണം. വെറുതെ അവരെ കൊണ്ടൊന്ന് ഇഞ്ചക്ഷനൊന്നും ചെയ്യാതെ എല്ലാത്തിനും, മുടി കൊഴിയുന്നതിന് മരുന്നുണ്ട്, മുടി വരുന്നതിന് മരുന്നുണ്ട്, കൂടാതെ ഇഞ്ചക്ഷൻ കിട്ടും. ഗവൺമെൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ ഫ്രീ ആയിട്ട് കിട്ടും. എല്ലാം ഉണ്ട്, അവർക്ക് വേണ്ട എല്ലാ മെഡിസിൻസും കിട്ടും. അപ്പോൾ അതൊന്നും ഇഞ്ചക്ഷനൊന്നും ചെയ്യാതെ മുടിയൊക്കെ കൊഴിഞ്ഞു കഴിയുമ്പോൾ പുറത്തൊന്നും കൊണ്ടുവന്ന് കളയരുത് കേട്ടോ, പാപം കിട്ടുവേ. അതുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് നോക്കുക. നമ്മുടെ മക്കളെ പോലെയല്ലേ, നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് നമ്മൾ പുറത്ത് കളയുമോ? ഇല്ലല്ലോ. നമ്മൾ പ്രസവിച്ച മക്കളെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കളയുമോ? ഇത് പ്രസവിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെ ഒരു അംഗത്തെ പോലെയല്ലേ നോക്കും, നമ്മുടെ മക്കളെ പോലെ. അപ്പോൾ നിങ്ങൾ പുറത്തൊന്നും കൊണ്ടൊന്ന് കളയാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞ മഹാഭാവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൻ്റേതായ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇവരെ നോക്കാം. ഇവരെ കൊണ്ടുവന്ന് ഞാനിപ്പോൾ കുറേ പാലക്കാടൻ ചങ്ങാതിയിൽ ഡെയിലി കാണുന്നുണ്ട്. ലാബ്രഡോറിനെ കൊണ്ടുവന്ന് കളയുന്നു, റോഡ് ബില്ലിനെ കൊണ്ടുവന്ന് കളയുന്നു, അങ്ങനെ കുറേ പെറ്റ്സിനെ കൊണ്ടുവന്ന് കളയുന്നു. അങ്ങനെയൊന്നും കൊണ്ടുവന്ന് കളയരുത്, മഹാഭാവമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. മോനും ബൈ പറഞ്ഞേ, ഹായ് കൊടുത്തേ, ഹായ് ബൈ എന്ന് പറഞ്ഞേ. ഹായ് കൊടുത്തിട്ട് ബൈ എന്ന് പറഞ്ഞേ. ദേ അമ്മ വൈൻഡപ്പ് ചെയ്യാൻ പോന്ന്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഒരു ഹായ് കൊടുത്തേ പൊന്നോ, ഒരു ഹായ് കൊടുത്തേ പൊന്നു. ബോഷത്തേക്ക് എക്ടു ഹായ് ഹായ് ഹായ്. അപ്പോൾ കുഞ്ഞ് ഹായ് തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.